അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം അയക്കാൻ ജിപേ എടുക്കുമ്പോൾ ഇൻസഫിഷ്യന്റ് ബാലൻസ് മൂലം പെട്ടുപോകാറുണ്ടോ? എന്നാൽ ഇനി അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ടെൻഷൻ വേണ്ട. ഗൂഗിൾ പേ അടക്കമുള്ള UPI ആപ്പുകൾ പുതിയ സേവനം അവതരിപ്പിച്ചിരിക്കുകയാണ്. UPI സർക്കിൾ എന്നാണ് ഈ പുതിയ ഫീച്ചറിന്റെ പേര്. ഒരാളുടെ അക്കൗണ്ടിലുള്ള നിശ്ചിത തുക മറ്റൊരാൾക്ക് UPI വഴി ഈ സംവിധാനത്തിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇത് മുതിർന്നവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും ഈ സേവനം ലഭിക്കും. രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് സ്വന്തം ഫോണിൽ പണം ഇടപാട് നടത്താനും ഈ ഫീച്ചർ ഉപയോഗിക്കാം. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും UPI ഇടപാട് നടത്താമെന്നതാണ് ഇതിന്റെ ഗുണം. മറ്റൊരാൾക്ക് എത്ര തുക വരെ ഉപയോഗിക്കാമെന്ന പരിധിയും നമുക്ക് നിശ്ചയിക്കാനാകും. ഉദാഹരണത്തിന്, സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മകനെ തന്റെ UPI സർക്കിളിൽ അച്ഛന് ബന്ധിപ്പിക്കാം. ഇതിലൂടെ സ്വന്തം ഫോണിൽ നിന്ന് മകന് പണമിടപാട് നടത്താൻ സാധിക്കും. 2 തരത്തിലാണ് ഇതിലെ പേയ്മെന്റുകൾ വരുന്നത്. ആദ്യത്തെ രീതി അനുസരിച്ച് സുഹൃത്തോ മക്കളോ നടത്തുന്ന ഓരോ പണമിടപാടിനും പ്രൈമറി ഉപഭോക്താവ് അംഗീകാരം നൽകണം. അതായത്, ഇപ്പോൾ മകൻ കടയിലോ മറ്റോ UPI വഴി പണമടയ്ക്കാൻ ശ്രമിച്ചാൽ അച്ഛന് സ്വന്തം ഫോണിൽ പേയ്മെന്റ് റിക്വസ്റ്റ് ലഭിക്കും. പിൻ ടൈപ്പ് ചെയ്താലേ ഇടപാട് നടക്കുകയുള്ളൂ. രണ്ടാമത്തെ രീതിയാണെങ്കിൽ ഓരോ തവണയും ഇടപാട് അംഗീകരിക്കേണ്ടതില്ല. പകരം 1 മാസം പരമാവധി ചെലവഴിക്കാവുന്ന തുക മുൻകൂട്ടി നിശ്ചയിക്കാം. നടത്തുന്ന ഇടപാടുകളുടെ വിവരം പ്രൈമറി ഉപഭോക്താവിന് ലഭിക്കും. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 2 പേരുടെയും ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടാകണം. വലതുവശത്തെ പ്രൊഫൈൽ ഐക്കൺ ടാപ്പ് ചെയ്താൽ UPI സർക്കിൾ ഓപ്ഷൻ ലഭ്യമാകും. Pay for എന്നതിന് താഴെയുള്ള ആഡ് പീപ്പിൾ ടു യുവർ UPI സർക്കിൾ ഓപ്ഷൻ എടുക്കുക. QR കോഡ് സ്കാനറിൽ രണ്ടാമത്തെ വ്യക്തിയുടെ UPI സർക്കിൾ QR കോഡ് സ്കാൻ ചെയ്യുക. രണ്ടാമത്തെ വ്യക്തിയുടെ ഫോണിലെ UPI സർക്കിൾ തുറന്ന് റിക്വസ്റ്റ് സമ്മൺ ടു ആഡ് യു ഓപ്ഷൻ എടുത്താൽ QR കോഡ് ലഭിക്കും. അപ്രൂവ് എവറി പേയ്മെന്റ് നൽകിയാൽ ഓരോ തവണയും രണ്ടാമത്തെ വ്യക്തി നടത്തുന്ന ഇടപാടുകൾ അപ്രൂവ് ചെയ്യണം. സെറ്റ് എ മന്ത്ലി ലിമിറ്റ് എങ്കിൽ രണ്ടാമത്തെ വ്യക്തിക്ക് 1 മാസം ചെലവഴിക്കാവുന്ന പരമാവധി തുക നിശ്ചയിക്കാം. പ്രതിമാസ ലിമിറ്റ് നിശ്ചയിച്ച ശേഷം രണ്ടാമത്തെ വ്യക്തിയുമായുള്ള ബന്ധം തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുടെ ഒരു ID നമ്പറും നൽകണം. ഇതോടെ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻവൈറ്റ് 30 മിനിറ്റിനുള്ളിൽ അപ്രൂവ് ചെയ്യുക. ഒരു സമയം 5 പേരെ ഇത്തരത്തിൽ ചേർക്കാം. രണ്ടാമത്തെ വ്യക്തി പേയ്മെന്റ് നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന് പകരം UPI സർക്കിളിൽ ഒന്നാമത്തെ വ്യക്തിയെ തിരഞ്ഞെടുത്ത് ഇടപാട് നടത്താം. ഒന്നാമത്തെ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും രണ്ടാമത്തെ വ്യക്തിയെ ഒഴിവാക്കുകയും ചെയ്യാം.